ഇപ്പോൾ ഈ CAA സംബന്ധിച്ച് അത് ഒരു തെറ്റായ നീക്കമാണെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സുജയ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇനി അതിൻ്റെ ചർച്ചയല്ല. ഇപ്പം നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മുടെ ചോദ്യം അതാണ് സർ, CAA നേരിടാനാകുമോ എന്നാണ്. അതാണ് അതാ ഞാൻ അതിൽ മാത്രം ഊന്നിയെന്നാണ് ഞാൻ സംസാരിച്ചത്. CAA സംസ്ഥാനത്തിന് നേരിടാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാർലമെന്റ് പിന്നെ നിയമമാണ്, അത് രാജ്യത്തിന്റെ നിയമമല്ലേ സർ? ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. പാർലമെന്റ് ഒരു നിയമം പാസാക്കി. ആ നിയമം പാസാക്കിയാൽ ആ നിയമത്തിനെതിരായി സമരം ചെയ്യാനും ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് പോകാനും എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട്. ഇപ്പം ഇന്ത്യയിൽ 1975 പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയുടെ പിന്തുണയോടെയല്ലേ? ഭരണഘടനയിലെ കൃത്യമായൊരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എമർജൻസി പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഇന്ത്യയിൽ സമരങ്ങൾ ആരംഭിച്ചു. 2 വർഷം കൂടെ അത് പിൻവലിക്കേണ്ടി വന്നു എന്ന് മാത്രവുമല്ല, ആ സർക്കാരിനെ ഇന്ത്യ തൂത്തെറിഞ്ഞു. അങ്ങനെ വോട്ട് ചെയ്ത് പുറത്താക്കി. മാത്രമല്ല, പാർലമെന്റ് ബില്ല് അവതരിപ്പിച്ചില്ല അമിത്ഷാ, ഹിന്ദി ആയിരിക്കണം ഔദ്യോഗിക ഭാഷയെന്ന്. എത്ര സംസ്ഥാനങ്ങൾ അംഗീകരിച്ചു? ഇപ്പോൾ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? തമിഴ്നാട് കേസിന് പോയില്ലേ? അങ്ങനെ പാർലമെന്റ് അംഗീകരിച്ച് ഒരു നിയമം അങ്ങ് പാസ്സാക്കി ഉടനെ ഇത് ഒരു ജന്മി കുടിയാൻ ബന്ധമല്ല. ഒന്നാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ ഇങ്ങനെ മൂളി നിൽക്കും, ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിക്കും, ബാക്കിയുള്ളവർ താഴ്ത്തുന്ന അങ്ങ് നടപ്പാക്കണം. അങ്ങനെ പറ്റില്ല. അങ്ങനെയല്ല ജനാധിപത്യം. ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ്. ആ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഫെഡറൽ സ്ട്രക്ചർ ഇഷ്യൂ കൂടി വന്നിട്ടുണ്ട്. ആ ഫെഡറൽ സ്ട്രക്ചർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പിന്നെ സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെടും. കാരണം ഇതുവരെ അത് സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുള്ള കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ടാണ് പ്രോസസ്സ് ചെയ്യപ്പെട്ടിരുന്നത്. ആ പ്രോസസ്സ് മുഴുവൻ എടുത്തു മാറ്റി അത് ഏകപക്ഷീയമായി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു, സെൻട്രലൈസ് ചെയ്തിരിക്കുന്നു. അതൊരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി അത് കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരായിരിക്കുന്നു. അങ്ങനെ നിയമം മാറുമ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാനത്തിൻ്റെ കൂടെ അംഗീകാരം നേടേണ്ടി വരും. ആ പ്രശ്നം സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെടും. പിന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന പ്രശ്നം വരും. ഒരു നിയമത്തിൻ്റെ ആനുകൂല്യം ഒരാൾക്കും അതിൻ്റെ ആനുകൂല്യം മറ്റൊരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഭരണഘടനാപരമായി നടക്കില്ല. ഈ വിഷയങ്ങളൊക്കെ കൊണ്ട് തന്നെ പാർലമെന്റ് ഒരു ബില്ല് പാസാക്കി അതുകൊണ്ട് ഇനിയിപ്പോൾ രാജ്യത്തുടനീളം അത് നിയമമാണ് എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. അതിപ്പോൾ 356 പ്രയോഗിച്ചിട്ടുള്ളപ്പം എത്ര സർക്കാരുകളെ 356 പ്രയോഗിച്ച് ബീഹാർ സർക്കാരിനെ പിരിച്ചുവിട്ടു. എന്താ സംഭവിച്ചത്? കോടതിയിൽ പോയി സുപ്രീം കോടതി അത് ക്യാൻസൽ ചെയ്തു. ഇത്രേ സംഭവിച്ചുള്ളൂ. അവിടെയും ഭരണഘടന തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 356 എന്ന് പറയുന്ന വകുപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭരണഘടനാ പ്രകാരം പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെ ഒന്നിനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ 356 ഉപയോഗിച്ച് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയിട്ട് പാർലമെന്റ് അംഗീകാരം വാങ്ങിക്കണം. പാർലമെന്റിലെ 2 സഭകളും അത് പിന്തുണയ്ക്കണം. അങ്ങനെ പിന്തുണച്ചിട്ട് പോലും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്, തെറ്റായ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭരണഘടന അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന നിയമനിർമ്മാണം അത് പാർലമെന്റ് നടത്തി കഴിഞ്ഞാൽ അത് പിന്നെ എതിരഭിപ്രായമില്ലാത്ത, തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു സംവിധാനമല്ല ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയും. അപ്പോൾ അങ്ങ് എതിർക്കുന്നത് ഈ ഹിന്ദു, പാഴ്സി, ക്രിസ്ത്യൻ, സിഖ് തുടങ്ങിയ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് ഇന്ത്യയിലേക്ക് വരുന്നതിനെയാണ്, അഭയമില്ലാത്തവർക്ക് രാജ്യം അഭയം നൽകുന്നതിനെയാണ് അങ്ങ് എതിർക്കുന്നത്. മുസ്ലിങ്ങൾക്ക് വരാൻ കഴിയാത്ത ഒരു രാജ്യത്തേക്ക് ഇവരും വരേണ്ട, മുസ്ലിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നല്ല പറയുന്നത്. ഭരണഘടനയുടെ 5-ാം വകുപ്പ് പ്രകാരമുള്ള പൗരത്വത്തിനായുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നൊന്നും ഇവിടെ നിർത്തിവെച്ചിട്ടൊന്നുമില്ല. നിർത്തിവെച്ചിട്ടല്ല ഈ അമെൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു അമെൻമെന്റ് ആണ് സർ. എത്ര നിസ്സാരമായിട്ടാണ് ഒരു കാര്യം എൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ചത് സുജയ. ഞാനിവിടെ സിഖുകാർ വരരുതെന്നോ പെർസിക്യൂട്ടർ ആയിട്ടുള്ള ആളുകൾ വരരുതെന്നോ ആണോ പറഞ്ഞത്? അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ബിഫോർ ദ ലോ എന്ന് പറഞ്ഞ് അവർക്കില്ലെങ്കിൽ ഇവർക്കും വേണ്ട എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവർക്കായിട്ട്, അതായത് അഭയം വേണ്ടവർക്ക്, രേഖകളില്ലാതെ ഇവിടെ കഴിയുന്ന പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിന് വേണ്ടിയാണ് CAA. അത് ആവർത്തിച്ച് പറഞ്ഞിട്ടും അങ്ങേക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ മുസ്ലിം എന്ന് കേട്ടാൽ ഉടനെ ചാടി വീണ് അത് വോട്ട് ബാങ്കിനായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെ അങ്ങ് സംസാരിക്കരുത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെയല്ല. ഇപ്പം ഹിന്ദുക്കൾക്കും സിഖുകാർക്കും പാഴ്സികൾക്കും എവിടെയെങ്കിലും പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് രാജ്യത്തേക്ക് ഇന്ത്യക്ക് മടങ്ങി വരാൻ ഒരു സൗകര്യം ഉണ്ടാകുന്നതിനെ ഞാൻ എതിർക്കുന്നതേയില്ല. പക്ഷേ അവിടെ ഒരു മതവിഭാഗം ഇങ്ങോട്ട് വന്നുകൂടാ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഇന്ത്യയുടെ മുസ്ലിം ഈ 3 രാജ്യത്ത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. അവിടെ ഈ പറയുന്ന ഹിന്ദുക്കളെക്കാളും സിഖുകാരെക്കാളും പാഴ്സികളെക്കാളും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഹമ്മദിയ മുസ്ലിങ്ങളാണ്. അവിടുത്തെ ഏറ്റവും വലിയ കലാപം അവിടെ ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന ഏറ്റവും വലിയ കലാപം ആരൊക്കെ തമ്മിലാണ് സുജയ? ഒന്ന് പറഞ്ഞേ. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാണോ കലാപം നടക്കുന്നത്? അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന പാഴ്സികളും പിന്നെ മുസ്ലിങ്ങൾ തമ്മിലാണോ കലാപം നടക്കുന്നത്? അവിടെ കലാപം നടക്കുന്നത് അഹമ്മദിയ മുസ്ലിങ്ങളുമായിട്ടാണ്. അവിടെ കലാപം നടക്കുന്നത് ഷിയ മുസ്ലിങ്ങളുമായിട്ടാണ്. വന്നോട്ടെന്നേ. നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി ഔദാര്യത്തോടുകൂടി ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞാൽ കേട്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞ കണക്ക് വലിയൊരു എന്താ പറയുക, ഒരു മനസാക്ഷി കാണിക്കുകയാണ്. അപ്പുറത്തെ ഒരു രാജ്യത്ത്, മുസ്ലിം രാജ്യത്ത് നമ്മുടെ സഹോദരങ്ങൾ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു. അവരിങ്ങോട്ട് വരുന്നത് മോശപ്പെട്ട കാര്യമാണോ? അവർക്ക് വേണ്ടി നമ്മൾ വാതിൽ തുറന്നു വെക്കണ്ടേ? വാതിൽ തുറന്നു വെക്കണം. പക്ഷേ
ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു മതേതര ഭരണഘടനയാണ്. ആ ഒരു കാര്യത്തിലും മതം ഒരു പരിഗണനാ വിഷയമല്ല. ഇന്ത്യയുടെ പരിഗണനാ വിഷയമേ അല്ല. ഞാനൊരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണ് എന്നതുകൊണ്ട് എനിക്കൊരു പുതിയ ആനുകൂല്യമോ മറ്റൊരു മതത്തിൽപ്പെട്ടതായതുകൊണ്ട് അയാൾക്ക് ആ ആനുകൂല്യം കൊടുക്കാതിരിക്കാനോ ഇന്ത്യൻ ഭരണഘടന പ്രകാരം നടക്കില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മതത്തിൻ്റെ പേരിൽ ഒരു പരിഗണനയുടെ നിയമനിർമ്മാണം നടത്തിയാൽ നാളെ പുതിയ നിയമനിർമ്മാണങ്ങൾ മതം മാനദണ്ഡമാക്കിക്കൊണ്ട് നടപ്പാക്കപ്പെടും. ഒരു പ്രസിഡന്റ് ഉണ്ടായാൽ മതി. Meet the editors.